Hi all, good evening and welcome back. അപ്പോ നമ്മള് ഒറ്റ ക്ലാസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയ്ക്ക് വെതർ ഇന്നലെ ഇന്നൊക്കെ കഷ്ടപ്പാട് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മള് ഒത്തിരി ഇമ്പോർട്ടന്റ് ടോപ്പിക്സിലേക്കാണ് ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ അബ്നോർമൽ സൈക്കോളജി എന്താണ്, മെന്റൽ ഡിസോർഡേഴ്സ് എന്താണ്, അതുപോലെ തന്നെ നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി, അബ്നോർമാലിറ്റിയുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹിസ്റ്റോറിക്കൽ വ്യൂസ് ഓഫ് അബ്നോർമാലിറ്റി, അതുപോലെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഏതൊക്കെ രണ്ട് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് നമുക്കുള്ളത്? DSM-ഉം ICD-യും. DSM-ന്റെ ICD-യുടെയും പുതിയൊരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നത് എത്ര പേര് കണ്ടു? ഇതിലുള്ള എത്ര പേര് കണ്ടു? എത്ര പേര് കണ്ടു? കാണണം കേട്ടോ. യെസ്, ഹൈറ, വെരി ഗുഡ്. എനിബഡി എൽസ്? ഓക്കെ, വെരി ഗുഡ് നജ്വ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മീനിങ്സ് ഓഫ് ടെർമിനോളജീസ്. നമുക്ക് സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ സൈക്കോളജി സ്റ്റുഡന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി പറ്റുന്നത് ടെക്നിക്കൽ ടേംസും ടെർമിനോളജീസും അറിയാം, ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യം. ഓക്കെ, അപ്പൊ അബ്നോർമൽ സൈക്കോളജിയിൽ വരുന്ന കുറച്ച് ടെർമിനോളജീസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടേംസ് ആണ്. ഒന്ന് ഡയഗ്നോസിസ്. നമ്മൾ എന്താ ചെയ്യാ, എക്സാമിനേഷനോട് രോഗം കണ്ടെത്തുന്നതിനെയാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് എൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ഡിസീസ് വയ എക്സാമിനേഷൻ. എക്സാമിനേഷനിലൂടെ ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പ്രോഗ്നോസിസ്, which is a prediction of the course of the disease as well as treatment and result. Predict ചെയ്യാണ് ഇൽനെസിന്റെ കോഴ്സ്, ഒരു ഡിസീസിന്റെ കോഴ്സ് നമ്മൾ predict ചെയ്യാണ്. കോഴ്സ് എത്ര കാലമായി അത് predict ചെയ്യാണ്. ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന്, ട്രീറ്റ്മെന്റ് കൊടുത്ത അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും നമ്മൾ predict ചെയ്യുന്നതിനെയാണ് പ്രോഗ്നോസിസ്. ഇയാൾക്ക് എപ്പിസോഡിക് ആയിട്ടുള്ള ആൻസൈറ്റി ആണ്, ആൻസൈറ്റി ഡിസോർഡർ ആണ്. അതിൽ തന്നെ സ്പെസിഫിക് ഫോബിയ ആയിട്ടുള്ള പിന്നെ ക്ലാസ്ട്രോഫോബിയ ആണ്. ഇതിലുള്ള ട്രീറ്റ്മെന്റ് ബിഹേവിയറൽ തെറാപ്പി അല്ലെങ്കിൽ CBT ആണ്. അത് ഇത്ര സമയം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ predict ചെയ്തതിനെയാണ് എന്ന് പറയാം പ്രോഗ്നോസിസ് എന്ന് പറയും. ഇനി അടുത്ത ടെർമിനോളജി ആണ് എപ്പിഡെമിയോളജി. The study of the distribution and determinants of health-related states or events in specified population and the application of this study to the control of health problem. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ, ഒരു രോഗം വന്നു, അത് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ പഠിക്കുകയാണ്. പഠിച്ചിട്ട് അതിനനുസരിച്ച് ഇന്നത് ചെയ്താൽ, ഇന്നിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില സ്ലം ഏരിയാസിലൊക്കെ ഈ കുറ്റകൃത്യങ്ങൾ കൂടാറുണ്ട്, ഡെലിക്വൻസി, കുട്ടിക്കുറ്റവാളികൾ കൂടാറുണ്ട്, നമ്മൾ കാണാറുണ്ട് അല്ലെ ചില സ്ലം ഏരിയാസിലൊക്കെ. സോ അങ്ങനത്തെ ആളുകളിൽ അത് പഠിച്ചു, എന്തുകൊണ്ട് വരുന്നു എന്ന് പഠിച്ചു, എന്നിട്ട് അതെങ്ങനെ നിർത്തലാക്കാമെന്ന് പഠിച്ചു, അത് അപ്ലൈ ചെയ്യുന്നതിനാണ് എപ്പിഡെമോളജി. ദ സ്റ്റഡി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റസ്. ഹെൽത്ത് റിലേറ്റഡ് സ്റ്റേറ്റസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഡിറ്റർമിനൻസ് എന്താണെന്ന് പഠിക്കാം. ഇൻ സ്പെസിഫൈഡ് പോപ്പുലേഷൻ, ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷനിൽ അപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റഡി, സ്റ്റഡി വെച്ചിട്ട് ആ പ്രോബ്ലത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എപ്പിഡെമിയോളജി എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. നെക്സ്റ്റ് ആണ് പ്രിവലൻസ്. എത്ര ശതമാനം ആളുകൾക്ക് ഈ രോഗം ഉണ്ട് എന്ന് പറയുന്നതിനാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. മെഷേഴ്സ് ഹൗ മച്ച് ഓഫ് എ ഡിസീസ് ഓർ എ കണ്ടീഷൻ ദർ ഇസ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമില് എത്ര ശതമാനം ആളുകൾക്ക് അത് ഉണ്ട് എന്ന് പറയുന്നതിനെയാണ് പ്രിവലൻസ് എന്ന് പറയുന്നത്. പ്രിവലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇപ്പൊ സ്കിസോഫ്രീനിയ ഒക്കെ വളരെ കുറച്ച് ആളുകൾക്ക്, നേരെ മറിച്ച് ഡിപ്രഷൻ പ്രിവലൻസ് കൂടുതലാണ്. Prevalence gives a figure of a factor, disease, injury, health status, etc. at a single point of time, point prevalence or time period of prevalence. Time period or അല്ലെങ്കിൽ ഇന്ന പോയിന്റിൽ എത്ര ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇന്ന കാലയളവിൽ എത്ര ആളുകൾക്ക് അത് ഉണ്ടായിരുന്നു എന്നൊരു പിന്നെ നിഗമനം പറയുന്നതിനെയാണ് നമ്മൾ പ്രിവലൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഇൻസിഡൻസ്. Okay, measure the rate of occurrence of new cases of a disease or condition. Incidence is the number of instances of a factor, disease, injury, health status, etc. during a given period, day, month or year or decade in a specified population, age group, community, country, etc. Incidence can tell us how many cases of a particular factor have been suffered by a specified population in a given period of time. ഒരു specified population ഇന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ
ഇപ്പൊ മുണ്ടക്കൈ ദുരന്തം, ഈ ദുരന്തത്തിന് ശേഷം അവിടെയുള്ള ആളുകൾ എത്ര സമയത്ത് എത്രത്തോളം ഇതിനനുഭവിച്ചു. ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിന് സഫർ ചെയ്തത് അവിടെയുള്ള ആൾക്കാരാണ്, മുണ്ടക്കൈ ചൂരൽമലയൊക്കെയുള്ള ആളുകളാണ്. അപ്പൊ ആ ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷൻ ഇന്ന സമയത്തുള്ളിൽ ഇന്ന കാലയളത്തിൽ എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇൻസിഡൻസ്. ഇൻസിഡൻസ് നമ്മളെ വ്യത്യാസം എന്താ, ഇവിടെ പിന്നെ മെഷർ ദ റേറ്റ് ഓഫ് occurrence of new case of a disease or a condition. Incidence is the number of instances of a factor. അവിടെ ഡിസീസ് നോക്കുന്നുണ്ട്, ഗിവൺ പീരീഡ് നോക്കുന്നുണ്ട്, സ്പെസിഫൈഡ് പോപ്പുലേഷൻ. ചിലപ്പോൾ അത് ഏജ് ഗ്രൂപ്പ് ആവാം, ഇന്ന കമ്മ്യൂണിറ്റി, ഇന്ന കൺട്രി, അവിടെ എത്രത്തോളം ആളുകൾ ഇതിനെ അനുഭവിച്ചു എന്നുള്ളത് നോക്കുന്നതിനാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി അടുത്താണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. അപ്പൊ നമുക്ക് എപ്പോഴും ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇന്ന ആൾക്ക് ഇന്ന രോഗം എന്ന് പറയില്ല കേട്ടോ. നമ്മൾ നേരത്തെ പ്രൊവിഷണൽ ഡയഗ്നോസിസും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ്. ഒട്ടുമിക്ക കാരണങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ കുറെ നോക്കിക്കേ, ഒരു പേഷ്യന്റ് നമ്മളടുത്ത് വന്നു, ആൾക്ക് നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ആൻസൈറ്റി ഉണ്ട്, പിന്നെ ഫിയർ ഉണ്ട്, പിന്നെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പേടിയുണ്ട്, അതായത് കൂട്ടിയിട്ട് ക്ലാസ്ട്രോഫോബിയ ഉണ്ട്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഉണ്ട്, പിന്നെ എന്താ പറയാ, എവിടെയോ ഒന്ന് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട് എന്ന് പറയാണ്. ഇപ്പൊ ആൻസൈറ്റിയും ഫിയറും ക്ലാസ്ട്രോഫോബിയും ഇൻസോംനിയും നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസൈറ്റി ഡിസോർഡർ ആണെന്ന് പറയാം. കാരണം ഒരുപാടെണ്ണം ആൻസൈറ്റി ആണ്. അപ്പൊ അതാണ് പ്രൊവിഷണൽ ഡയഗ്നോസിസ്. ഏറ്റവും കൂടുതൽ ഏത് രോഗത്തിന്റെ സിംറ്റംസ് ആണോ കാണിക്കുന്നത് അതാണ് പ്രൊവിഷണൽ ഡയഗ്നോസിസ്. ഈ പ്രൊവിഷണൽ അല്ലെങ്കിൽ ഇവിടെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. സൂയിസൈഡിൽ ഒരിക്കലും ആൻസൈറ്റിയിൽ അങ്ങനെ കാണിക്കാറില്ല, ഡിപ്രഷനിലാണ്. സോ ആൻസൈറ്റി അല്ലെങ്കിൽ ഏത് രോഗമാവാം, അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. It looks at the possible disorders that could be causing your symptoms. ഏതായിരിക്കാം? It often involves several tests. These tests can rule out condition and determine if you need more testing. ആണോ? ഏതെങ്കിലും ഒരു പോയിന്റ് തരാണ്. ഇവിടെ സൂയിസൈഡൽ ടെൻഡൻസി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് എന്താക്കണം, ആൾക്ക് ഡിപ്രഷൻ ആണോ എന്ന് ഉറപ്പുവരുത്താൻ. അതായത് പോസിബിലിറ്റി കാണിച്ചാൽ ഇന്നൊരു ഡിസോർഡർ ഇയാൾക്ക് സാധ്യതയുണ്ട്, അതിനെയാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ടെർമിനോളജി ആണ് കോമോബിഡിറ്റി എന്ന് പറയുന്നത്. കോമോബിഡിറ്റി എന്ന് പറഞ്ഞാല് എന്താണ്? ഒന്നിന്റെ കൂടെ ഒന്നുകൂടി വരാം, ഒരവസ്ഥയുടെ കൂടെ. ആൻസൈറ്റിയുടെ കൂടെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി വരുന്നത് കോമോബിഡിറ്റി ആണ്. ഒരു രോഗത്തിന്റെ കൂടെ മറ്റൊരു അവസ്ഥയും കൂടെ വരുന്നതിനെയാണ് കോമോബിഡിറ്റി എന്ന് പറയുന്നത്. Comorbidity means more than one disease or condition is present in the same person at same time. കേട്ടോ, ഒരേ ആളില് ഒരേ സമയത്ത് ഒന്നിലധികം ഡിസീസ് ഓർ ഡിസോർഡർ കണ്ടീഷൻ വരുന്നതിനാണ് കോമോബിഡ് എന്ന് പറയുന്നത്. കണ്ടീഷൻ ഡിസ്ക്രൈബ് ആസ് കോമോബിഡിറ്റീസ് ആർ ഓഫർ ക്രോണിക് ഓർ ലോങ് ടേം കണ്ടീഷൻ. ചെറിയ പനിന്റെ കൂടെ ജലദോഷം വരുന്ന ഒന്നല്ല കേട്ടോ. അതായത് ക്രോണിക് ആൻഡ് ലൈഫ് ലോങ് കണ്ടീഷൻസ് ആണ് ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ കോമോബിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്, കോസൽ ഫാക്ടേഴ്സ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മാനസിക രോഗം വരാം? നിങ്ങൾക്ക് അറിയോ, സമൂഹത്തിന് ഒരാളെ ഭ്രാന്തനാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങള് എന്തോ പെട്ടെന്ന് ഒരു പാറ്റ എങ്ങാനും നമ്മുടെ മേത്ത് അത് ഇങ്ങനെയൊക്കെ കളിച്ച് ഓടി, നിങ്ങളെ നാട്ടുകാരെ പിടിച്ച് കുതിരവട്ടത്ത് കൊണ്ടിടുകയാണ്, എനിക്ക് രോഗമാണെന്ന് പറയാണ്. ഞാൻ രോഗിയല്ല എന്ന് പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കുമോ? എനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? നിങ്ങളാ കാണിച്ച ആ ഒരു വെകളിപ്പോ അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ കുതിരട്ടത്ത് കൊണ്ടപ്പോൾ നിങ്ങൾ കൂടുതലും എന്തായി, പിന്നെ ഒരു സിംറ്റമാറ്റിക് ആയിട്ട് പോലെ കാണിച്ചു. അത് നിങ്ങൾ ബേജാറായിട്ടാണ്. അപ്പൊ നിങ്ങൾ പറയണം നിങ്ങൾക്ക് രോഗമില്ല, അവർ സമ്മതിച്ചു തരുമോ? സോ സമൂഹത്തിന് പോലും ഒരാളെ മാനസിക രോഗിയാക്കാൻ വേണ്ടി പറ്റും. പറ്റുകയാണെങ്കിൽ തനിയാവർത്തനം എന്നൊരു മൂവി ഉണ്ട്, ആ മൂവി കാണും. സമൂഹം ഒരാളെ എങ്ങനെ മാനസിക രോഗിയാക്കി എന്ന് വ്യക്തമായിട്ട് ആ ഫിലിമിൽ, മമ്മൂട്ടിയുടെ മൂവിയാണ്, വളരെ പഴയ മൂവിയാണ്, ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്, നല്ലൊരു മൂവിയാണ്, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാനസിക രോഗം വരുന്നത്? ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരാളെ മാനസിക രോഗിയാക്കാൻ ശാരീരികപരമായിട്ട് ഘടകമുണ്ട്, സൈക്കോ സോഷ്യൽ ഉണ്ട്, സോഷ്യോ കൾച്ചറൽ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബയോളജിക്കൽ ഫാക്ടർ. ശാരീരികപരമായിട്ടുള്ള ചില കാരണങ്ങൾ, ചില ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ കൂടിയോ കുറഞ്ഞോ ഇരുന്നാല്, ചില ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടൊക്കെ നമുക്ക് മാനസിക രോഗം വരാം.
നോക്കാം. The biological viewpoint focus on mental disorders as disease. ബയോളജിക്കൽ വ്യൂ പോയിന്റ് മെന്റൽ ഡിസോർഡറിനെ കാണുന്നത് ഡിസീസ് ആയിട്ടാണ്. മെന്റൽ ഡിസോർഡേഴ്സ് ആർ ദസ് വ്യൂ ആസ് ഡിസോർഡേഴ്സ് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, ദ ഓട്ടോമിക് നെർവസ് സിസ്റ്റം ഓർ ദ എൻഡോക്രൈൻ സിസ്റ്റം ദാറ്റ് ആർ ഐദർ ഇൻഹെറിറ്റഡ് ഓർ കോസ്ഡ് ബൈ സം പാത്തോളജിക്കൽ പ്രോസസ്. ബയോളജിക്കൽ ആയിട്ട് പറയുമ്പോൾ അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കാരണം കൊണ്ടോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ കാരണം കൊണ്ടോ ആയിരിക്കാം ഒരാൾക്ക് മാനസിക രോഗം വരുന്നത് എന്നാണ് പറയുന്നത്. അത് ഒന്നുകിൽ ഇൻഹെറിറ്റഡ് പാരമ്പര്യമായിട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്തോളജിക്കൽ രോഗ കാരണമായിട്ടുള്ള ഘടകം കൊണ്ടും ആയിരിക്കാം. അപ്പൊ ബയോളജിക്കൽ വ്യൂ പോയിന്റ്സ് ആണ് എന്താ പറയുന്നത്? മെന്റൽ ഡിസോർഡേഴ്സിനെ ഡിസീസ് ആയിട്ടാണ് വ്യൂ പോയിന്റ് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഡിസോർഡറിന്റെ കാരണമായിട്ട് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെയോ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെയോ എൻഡോക്രൈൻ നെർവസ് സിസ്റ്റത്തിന്റെയോ ഒക്കെ ഓട്ടോണോമിക്കിന്റെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു വ്യതിയാനം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരമ്പര്യമായിട്ട്, അതായത് ഇതിന്റെ പാരമ്പര്യം കൊണ്ടോ പാത്തോളജിക്കൽ പ്രോസസ്സ് കൊണ്ടോ വന്നിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. മെയിൻ ആയിട്ട് 4 ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ വ്യതിയാനം മൂലമാണ് പറയുന്നത്. നോറെപ്പിനെഫ്രിൻ, ഡോപ്പ, സെറോട്ടോണിൻ, ഗാബ. ഈ 4 ആണ് ഡിപ്രഷന്റെയും സ്കീസോഫ്രീനിയയുടെ ഒക്കെ മെയിൻ ഒരു ഘടകമായിട്ട് പറയുന്നത് കേട്ടോ. There are 4 neurotransmitters that has been most extensively studied in this relationship of psychopathology. മാനസിക രോഗ കാരണങ്ങളുടെ കാര്യം പറയുമ്പോൾ 4 ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എടുത്തു പറയുന്നത്. നോറെപ്പിനെഫ്രിന്, ഡോപ്പമിന്, സെറോട്ടോണിന്, ഗാബ. നോറെപ്പിനെഫ്രിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ എമർജൻസി റിയാക്ഷൻ. നമ്മൾ പേപ്പട്ടിനെ കാണുന്നു, പേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് എന്തെങ്കിലും വീഴാൻ പോകും, മാറുന്നു. ഒരു ഇമ്പോർട്ടന്റ് എമർജൻസിയുടെ സമയത്ത് നമ്മളെ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. ഡോപ്പമിൻ ഹാസ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ സ്കിസോഫ്രീനിയ. ഡോപ്പമിൻ സ്കിസോഫ്രീനിയയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. ഹോർമോൺസ് ആർ കെമിക്കൽ മെസ്സേജസ് സെക്രേറ്റഡ് ബൈ എ സെറ്റ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഇൻ അവർ ബോഡി. മാൽഫങ്ഷൻ ഓഫ് ദീസ് സിസ്റ്റം ഹാവ് ബീൻ ഇംപ്ലിക്കേറ്റഡ് ഇൻ വേരിയസ് ഫോംസ് ഓഫ് സൈക്കോപാത്തോളജി. ഇനി ഹോർമോൺസിലേക്ക് വരുന്ന സമയത്തോ എൻഡോക്രൈൻ സിസ്റ്റം പുറപ്പെടുവിക്കുന്ന കുറച്ച് കെമിക്കൽസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ ഹോർമോൺസിന്റെ വ്യതിയാനം കൂടുകയോ കുറയുന്നതോ സൈക്കോപാത്തോളജിയിൽ ഒരു വലിയ ഘടകമായിട്ട് പറയുന്നുണ്ട്. ഇനി സെക്സ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഗൊണാഡൽ ഗ്ലാൻഡ്സ് ആൻഡ് ഇംബാലൻസ് ഇൻ ദീസ്. അതായത് സെക്സ് ഹോർമോൺസ് ഉണ്ട്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജന്, പ്രൊജസ്ട്രോൺ. ഇതാണ് സെക്സ് ഹോർമോൺസ്. ഇത് പഠിക്കുന്ന ഗൊണാഡ് ഗ്ലാൻഡ്സ് ആണ്, അതായത് ഓവറിയും ടെസ്റ്റിസും. Such as male hormones, the androgens can also contribute to maladaptive behavior. ഈ സെക്സ് ഹോർമോൺസിലുള്ള, അതായത് ആൻഡ്രജൻ, മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രജനുള്ള വ്യതിയാനവും മാലഡാപ്റ്റീവ് ബിഹേവിയറിലേക്ക് എത്തിക്കാം. അപ്പോ ന്യൂറോ ട്രാൻസ്മിറ്ററും ഹോർമോണൽ ഇംബാലൻസും കാരണം നമുക്ക് എന്ത് വരാം? നമുക്ക് മാനസിക രോഗം വരാം എന്നാണ് ബയോളജിക്കൽ ഫാക്ടർ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ബയോളജിക്കല് രണ്ടാമത്തതാണ് ജനറ്റിക് വൾണറബിലിറ്റി. വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം ജനറ്റിക് വൾണറബിലിറ്റി. അതായത് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മാനസിക രോഗമോ മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Substantial evidences show that some mental disorders have a hereditary component such as depression, schizophrenia and alcoholism. The genetic transmission of traits or vulnerability from one generation to the next by definition of a biological process. കേട്ടോ, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, ആൽക്കഹോളിസം ഒക്കെ പാരമ്പര്യമായി തന്നെ കേട്ടോ ഒരു ജനറേഷൻ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ജീന് വഴി അത് പാസ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ്. ജനിതകപരമായ കാരണം കൊണ്ടും ഒരാൾക്ക് മാനസിക രോഗം വരാം. മൂന്നാമത്തത് ക്രോമസോമൽ അബ്നോർമാലിറ്റി. അല്ലെ, 46 എന്നുള്ളത് 47ഓ 45ഓ ആയാലും നമുക്ക് പ്രശ്നമാണ്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, ഇറഗുലാരിറ്റീസ് ഇൻ ക്രോമസോമൽ സ്ട്രക്ചർ ഈവൻ ബിഫോർ ബർത്ത്. നമ്മൾ 5ാം മാസത്തിൽ എന്തിനാ സ്ക്രീൻ ചെയ്തത്? എന്തെങ്കിലും ക്രോമസോമിന് ബുദ്ധിമുട്ടുണ്ടോ? ബർത്തിന് മുന്നേ തന്നെ നമ്മുടെ ക്രോമസോമിന് എന്തെങ്കിലും ഇറഗുലാരിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ thus making it possible to study their effect on future development and behavior. അത് നമ്മള് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ബിഹേവിയറിനെ സാരമായിട്ട് ബാധിക്കാം. Research in development genetics has shown that abnormalities in the structure or number of chromosomes are associated with a wide range of malformations and disorders. റിസർച്ചുകൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ക്രോമസോമിന്റെ സ്ട്രക്ചറിലോ നമ്പറിലോ എന്തെങ്കിലും വ്യതിയാനം സംഭവിക്കുകയാണെങ്കിൽ അത് വൈഡ് റേഞ്ച് ഓഫ് മാൽഫോർമേഷൻസിലേക്കും ഡിസോർഡറിലേക്കും എത്തിക്കും എന്ന്. ഓക്കെ ആണോ? ഓക്കെ മാം.
വെരി ഗുഡ്. ഒറ്റ സെക്കൻഡ് ഇച്ചിരി വെള്ളം കുടിച്ചാണ്. 2.5 മണിക്കൂറായി ഒരു കേസ് എടുക്കുന്നത്. 4:30 കയറിയ കേസ്, 4:15 ആകുമ്പോൾ കയറിയ കേസ് 6:00 ഇറങ്ങിയത്. നമുക്ക് നോട്ട്സ് തരുമോ? ഇത് മൊത്തം നമ്മൾ സ്പൈറൽ ചെയ്തിട്ട് ഒരു സ്പേപ്പ് ബുക്ക് ആക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ അയച്ചത് ഈ നോട്ട്സ് ഒക്കെ നമുക്ക് PDF ആയിട്ട് ആപ്പിൽ കിട്ടും. ഇനി അടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റീസ്. The term constitutional liability is used to describe any detrimental characteristics that is either innate or acquired so early or prenatally. അതായത് എന്താ ഇപ്പൊ പറയാം, ഹാൻഡിക്യാപ്പോ അങ്ങനെ. ഇപ്പൊ അമ്മ ഗർഭത്തിലിരിക്കും ആൽക്കഹോൾ കഴിച്ചു, കുഞ്ഞിന് സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സാരമായിട്ടുള്ള മാനസിക രോഗം ഉണ്ടായി, അതിന് ഗുളിക കഴിച്ചു, കുഞ്ഞിനെ വയറ്റിലിരിക്കുമ്പോൾ കണ്ടോ. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡെട്രിമെന്റൽ ക്യാരക്ടർ വന്നു ചേരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ചിലപ്പോ ഇന്നേറ്റ് ആയിട്ടില്ല, കുഞ്ഞിന്റെ തന്നെ ഉള്ളിൽ നിന്ന് വരാം, അല്ലെങ്കിൽ പ്രീനാറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്. ആൻഡ് ഇൻ സച്ച് എ സ്ട്രെങ്ത് ദാറ്റ് ഇസ് and in such a strength that it is functionally similar to genetic characteristic. ജനറ്റിക് പോലെയാണ്, പക്ഷെ ജനറ്റിക് അല്ല, വേറെന്തോ കാരണം കൊണ്ട് വരുന്നതാണ്. ജനിതകം പോലെ പ്രീനാറ്റിലിയോ സംഭവിക്കുന്നതാണ്. അതായത് കുഞ്ഞു വയറ്റിലിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നതാണ്. ജനിതകം പോലെയാണ്, പക്ഷെ ജനിതകം അല്ല. അത് കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് തന്നെയോ അതിനെ അമ്മ കഴിക്കുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും കാരണം കൊണ്ട് വരുന്നതാണ്. Physical handicap and temperament are among many traits include this category. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ്, ടെമ്പറമെന്റ്സ്. ഓക്കെ, എന്താണ് ടെമ്പറമെന്റ് നോക്കാം. സ്വഭാവ ഗുണം എന്നാണ് ടെമ്പറമെന്റ് നമ്മൾ മലയാളത്തിൽ പറയും. സ്വഭാവ ഗുണം. ന്യൂബോൺ ഡിഫർ ഇൻ ഹൗ ദേ റിയാക്ട് ടു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്റ്റിമുലൈ. അല്ലെ, ഒരു സ്റ്റിമുലൈനോട് ന്യൂബോൺ റിയാക്ട് ചെയ്യുമ്പോൾ ചില കുട്ടികൾ എത്ര ഒച്ച ഉണ്ടായാലും കരയില്ല, ചില കുട്ടിക്ക് ഒരു ചെറിയ ഒച്ചയായിട്ടുള്ള ആർത്ത വിളിച്ച് കരയും. അല്ലെ, ചില കുട്ടിക്ക് ഇച്ചിരി പാല് കിട്ടിയാണോ കിടത്തണം, ചില കുട്ടിക്ക് കുറെ പാല് വേണ്ടി ഇടക്കിടക്ക് കുടിക്കേണ്ടി വരും. ഓരോരുത്തരും സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. These reactions differ from baby to baby and are example of characteristic behavior that appear to have been established before any existence interaction with the environment. ഒരു കുഞ്ഞിലെടുത്ത് നോക്ക്, ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അല്ലെ, ഞാൻ പറഞ്ഞില്ലേ, പാലുടിക്കുന്ന അളവ്, പാലുടിക്കുന്ന രീതി ഒക്കെ വ്യത്യസ്തമാണ്. ഇതിൽ തന്നെ ടെമ്പറമെന്റ് തുടക്കണം. അതായത് നമ്മൾ വിചാരിക്കും സ്വഭാവ ഗുണം എൻവയോൺമെന്റിൽ എഴുതി ചേർന്ന് കുട്ടി പഠിക്കുന്നതാണ്. അല്ല, ജനിക്കുമ്പോ തന്നെ എന്തുണ്ട്, ഓരോരുത്തരുടെയും ഓരോ എന്താണ് ടെമ്പറമെന്റ് വെച്ചാൽ ഒരു സാഹചര്യം എന്നാൽ എങ്ങനെ പ്രതികരിക്കും. എന്തൊരു സാഹചര്യം, ഒരു മഴ പെയ്തു, ഞാൻ പ്രതികരിക്കുന്ന പോലെ ആയിട്ടില്ല അറഫനെ പോലെ ആയിരിക്കില്ല ഹൈറനെ പോലെ ആയിട്ടില്ല ആൻഡ്രോഷൻ. പലരും പല രീതിയിലാണ് പ്രതികരിക്കുക. ഈ പ്രതികരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെമ്പറമെന്റ് എന്ന് പറയും. ഓക്കെ ആണോ കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റിയും ടെമ്പറമെന്റും? ഓക്കെ മാം. ഇനി 5ാമത്തെ ബയോളജിക്കൽ ഫാക്ടറാണ്. മാനസിക രോഗം ശാരീരികപരമായിട്ട് വരാനുള്ള 5ാമത്തെ ഫാക്ടറാണ് എന്ത്, ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ആൻഡ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. ബ്രെയിൻ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വരാണ്, അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇഞ്ചുറിയോ ട്യൂമറോ തലയടിച്ച് വീണിട്ടോ ഇങ്ങനെയൊക്കെ വരാണെങ്കിൽ നമുക്ക് മാനസിക രോഗം ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഫീനിക്സ് ഗേജിന്റെ കഥ അറിയോ? ഫീനിക്സ് ഗേജിന് എത്ര പേർക്ക് അറിയാം? എന്റെ പിള്ളേർക്കൊക്കെ അറിയാൻ മതിയോ? ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് ഫീനിക്സ് ഗേജിനെ, നിങ്ങൾക്കും കാണിച്ചു തരാം. അയ്യോ, സ്പെല്ലിങ് മറന്നുപോയല്ലോ. ഗേജാണല്ലോ. യെസ്, കാണുന്നില്ലേ മക്കളെ? ഫീനിക്സ് ഗേജ് ഒരു ഫയർമാൻ ആയിരുന്നു. അദ്ദേഹം വളരെ അടുക്കും ചിട്ടയുള്ള ഒരു ജോലിക്കാരനായിരുന്നു. എല്ലാവർക്കും അയാളോട് ഭയങ്കര മതിപ്പായിരുന്നു. ജോലിയൊക്കെ വളരെ എന്താ പറയാ അർത്ഥവത്തായിട്ട് വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആരായിരുന്നു. അയാൾക്ക് ജോലി സ്ഥലത്ത് ഉണ്ടായിരുന്ന ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് ദണ്ട് അയാളുടെ തലയിലൂടെ കയറി കണ്ണിലൂടെ പുറത്തു വന്നു ഇങ്ങനെ. പക്ഷെ അയാൾ മരിച്ചില്ല, രക്ഷപ്പെട്ടു. അയാളുടെ ഒരു കണ്ണൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ഇതിലൂടെ കയറി ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുക എന്താണ്, ബ്രെയിന് സാരമായിട്ടുള്ള എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുവരെ അടുക്കും ചിട്ടയിലൂടെ നടന്ന ഫീനിക്സ് ഗേജ് ഇതിനുശേഷം ഭയങ്കരമായിട്ടുള്ള സ്വഭാവ വ്യത്യാസം കാണിച്ചു. അയാളെ ഒരടുക്കും ചിട്ടയില്ലാതെ എല്ലാവരോടും കച്ചറ ഉണ്ടാക്കി നടക്കാം, എന്നിട്ട് അയാളെ ജോലിയിൽ നിന്ന് ഫയർ ചെയ്ത് പുറത്താക്കേണ്ട വരെ അവസ്ഥ വന്നു. കണ്ടോ, നമ്മൾ ഒരു സ്ട്രോക്ക് വന്ന രോഗികളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക, അവരുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. കാരണം സ്ട്രോക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു
ബ്രെയിനിന്റെ ഏതെങ്കിലും റീജിയൻ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സാരമായിട്ടുള്ള ബുദ്ധിമുട്ട് അയാളുടെ ബിഹേവിയറിൽ പ്രകടമാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫീനിക്സ് ഗേജ്. ഫീനിക്സ് ഗേജ് മരിച്ചിട്ടൊക്കെയാണ് ഇതിനെപ്പറ്റി സ്റ്റഡി നടക്കുന്നത്. എന്നിട്ട് ഫീനിക്സ് ഗേജിന്റെ തലയോട്ടി പിൽക്കാലത്ത് എടുത്തു കൊണ്ടുപോയി അതൊരു മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് സിഗ്നിഫിക്കന്റ് ഡാമേജ് ഓഫ് ബ്രെയിൻ ടിഷ്യൂ പ്ലേസസ് എ പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ സൈക്കോപാത്തോളജി. കണ്ടോ, സിഗ്നിഫിക്കന്റ് ഡാമേജ് ഓഫ് ബ്രെയിൻ ടിഷ്യൂവിന് എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആള് സൈക്കോപാത്തോളജിക്ക് റിസ്ക് ആക്കുന്നുണ്ട്. ബട്ട് സ്പെസിഫിക് ബ്രെയിൻ ലെഷൻസ് ആർ റെയർലി എ പ്രൈമറി കോഴ്സ് ഓഫ് സൈക്കാട്രിക് ഡിസോർഡർ. ചെറിയൊരു ലെഷൻ ഒക്കെ വന്നാണെങ്കിൽ, ചെറിയൊരു ലെഷനൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് സൈക്കാട്രിക് ഡിസോർഡറിന് കാരണമാവാറില്ല. പക്ഷേ ബ്രെയിൻ ടിഷ്യൂ ഒത്തിരി ഇത് ഡാമേജ് ആയി പോവാണെങ്കിൽ അത് സാരമായിട്ടുള്ള സൈക്കോപാത്തോളജിക്ക് കാരണമാവാറുണ്ട്. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനിയാണ് ഡിപ്രിവേഷൻ ഓഫ് ബേസിക് ഫിസിയോളജി നീഡ്. നമുക്ക് ബേസിക് ഫിസിയോളജിക് നീഡ്സ് കുറച്ചുണ്ടല്ലേ. ഫുഡ്, വാട്ടർ, ഓക്സിജൻ, എയർ, സെക്സ്, സ്ലീപ്പ്, ഇതൊക്കെ നമുക്ക് വേണ്ട ബേസിക് നീഡ്സ് ആണ്. ഇതെല്ലാം കിട്ടാതാവുമ്പോഴും നമുക്ക് മാനസിക രോഗം ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, 2 ദിവസം അല്ല 3 ദിവസം നിങ്ങൾക്ക് തീരെ ഉറക്കം കിട്ടാതിരുന്ന് നോക്കും, തീരെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല നോക്കും, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. ഇവിടെ അത് ഞാൻ പറയുമ്പോൾ ചിരിക്കാനുള്ള കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നതാണ് അല്ലെ, നമ്മുടെ മാടമ്പള്ളിയിലെ നാഗവല്ലിയും നമ്മുടെ പ്രിയപ്പെട്ട ഗംഗയും. ഏത് ഡിസോർഡർ ആണ് നമ്മുടെ ഗംഗയ്ക്ക്, മണിച്ചിത്രത്താഴിലെ ഗംഗയ്ക്ക്? ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, അഥവാ പണ്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിച്ചിട്ടുള്ള ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണ് നമ്മുടെ ഗംഗയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോ ഗംഗയുടെ രോഗത്തിന് കാരണമായത്, യെസ്, ഗംഗ വാസ് വൾണറബിൾ ബിക്കോസ് ചെറുപ്പത്തിൽ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട അച്ഛൻ അവരുടെ ഒരു നെഗ്ലക്ട് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ആളാണ് ഗംഗ. അപ്പൊ ഗംഗയ്ക്ക് എന്തുകൊണ്ടാണ് ആ ഒരു പ്രായത്തിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഗംഗ സെക്ഷലിയോ ഇമോഷണലിയോ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളൊരു സംഭവം നമ്മളിവിടെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ മധുമുട്ടത്തിന്റെ ഒരു ആർട്ടിക്കിള്, അതായത് പിന്നെ കഥ എഴുതിയ ആള്, നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ കഥ എഴുതിയ ആളുടെ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് അത് സത്യമായിട്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നു. കാരണം നകുലൻ ഒരു വർക്കഹോളിക് ആയിട്ട്, അല്ലെങ്കിൽ കിടപ്പറയിൽ പോലും ഗംഗ പോയി കിടന്നോ എന്നെ കാത്തിരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനർത്ഥം എന്താ, ഗംഗയ്ക്ക് എവിടെയോ ഫിസിയോളജിക്കൽ നീഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതില് ഇപ്പം അത് കൂടുതൽ എവിഡന്റ് ആയിട്ട് പറയുന്നത്, പലവട്ടം പൂക്കാലം വഴിതെറ്റി പോയിട്ട് ഒരു നാളും പൂക്കാമാം കൊമ്പിൽ അതിനായി മാത്രമായി ഒരു നേരം മൃദുമാറി വരുമെന്ന് വെറുതെ ഞാൻ മോഹിക്കുമല്ലോ എന്നൊക്കെ പറയുന്നത്, ഇത്രയും പറയുന്നുണ്ട്. പാട്ടിലൂടെ പോലും അത് എവിഡന്റ് ആണ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ് ഉണ്ട്. ഫുഡ്, ഓക്സിജൻ, വാട്ടർ, എയർ, സെക്സ്, എലിമിനേഷൻ ഓഫ് വേസ്റ്റസ്, ഇതെല്ലാം എന്തെങ്കിലും ഡിപ്രൈവ് ചെയ്യണമെങ്കിൽ, തടസ്സപ്പെടുകയാണെങ്കിൽ നമുക്ക് മാനസിക രോഗം വന്നേക്കാം. ഇൻസഫിഷ്യന്റ് റെസ്റ്റ്, ഇൻഅഡിക്വേറ്റ് ആയിട്ട് ഡയറ്റ് എടുക്കുക. അതെ, ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചില നേരം ദേഷ്യം വരുന്നുണ്ട് ഇപ്പോ. പിന്നെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാണ്. ആസ് യു ഓൾ നോ, ഐ വാസ് ഹോസ്പിറ്റലൈസ്ഡ് ലാസ്റ്റ് വീക്ക്. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ് ലെഷൻ ലേറ്റ് ആയത്. എനിക്ക് അൾസർ ആണ്. അപ്പൊ ഇനി ഒരു ടെസ്റ്റ് കൂടി ചെയ്തിട്ട് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്ക് ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഈ പച്ചക്കറിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ മനുഷ്യനല്ലേ പിള്ളേ, എനിക്കിത് മാത്രമായിട്ട് ചില നേരം എനിക്ക് ദേഷ്യം വരുന്നു. എനിക്കിങ്ങനെ ഒന്നും കഴിക്കാതിരിക്കാൻ. ഇച്ചിരി ബേക്കറി ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. പിന്നെ എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പിലിട്ടതും അച്ചാറില്ലാതെ ഞാൻ ഫുഡ് കഴിക്കാറേ ഇല്ല. സോ അതൊന്നും കൂട്ടാൻ പറ്റുന്നില്ലാതെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്യണം, കാരണം പെയിൻ അതിഭീകരമായിരുന്നു. അപ്പൊ എനിക്ക് ഇന്ന ഒരു ബുദ്ധിമുട്ട്, ഇൻഅഡിക്വേറ്റ് ഡയറ്റ് ആയിട്ടല്ല, എന്നാൽ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓർ വർക്കിംഗ് ടു ഹാർഡ്, ബെൻഡിങ്, പിന്നെ എന്താ പറയാ, സുഖമില്ലാതിരിക്കുമ്പോൾ ഒത്തിരി വർക്ക് ചെയ്യുന്നത്, can all interfere with a person's ability to cope and predispose him or her for variety of problems. കേട്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഭാവിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഒളിഞ്ഞിരുന്നത്. അപ്പം ബയോളജിക്കലായിട്ട് 6 ഫാക്ടേഴ്സ് ആണ് മാനസിക രോഗം ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ ആൻഡ് ഹോർമോണൽ ഇംബാലൻസ്, സെക്കൻഡ് വൺ ജനറ്റിക് വൾണറബിലിറ്റി, തേർഡ് വൺ ക്രോമസോമൽ അബ്നോർമാലിറ്റി, ഫോർത്ത് വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ലയബിലിറ്റി, ഫിഫ്ത് വൺ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ആൻഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ആൻഡ് സിക്സ്ത് വൺ ഡിപ്രിവേഷൻ ഓഫ് ബേസിക് ഫിസിയോളജി. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ ആണോ?
ഇനി സെക്കൻഡ് വൺ ആണ് സൈക്കോ സോഷ്യൽ ഫാക്ടർ. മാനസിക സാമൂഹികപരമായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് മാനസിക രോഗം ഡെവലപ്പ് ചെയ്യാം. ദ സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ആർ ദോസ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ദാറ്റ് മേ ഹാൻഡിക്യാപ് എ പേഴ്സൺ സൈക്കോളജിക്കലി. സൈക്കോളജിക്കലി നമ്മൾ ഹാൻഡിക്യാപ്പ് ആകുന്ന സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. മേക്കിംഗ് ഹിം ഓർ ഹർ ലെസ് റിസോഴ്സ്ഫുൾ ഇൻ കോപ്പിംഗ് വിത്ത് ഇവന്റ്. അവിടെ കോപ്പ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പിടിച്ചു വെക്കുന്ന കുറച്ച് എന്താണ് മാനസിക സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങൾ. ഒന്ന് ഏർലി ഡിപ്രിവേഷൻ ഓർ ട്രോമ, രണ്ട് ഇൻഅഡിക്വേറ്റ് പാരന്റിംഗ് സ്റ്റൈല്, മൂന്ന് മെറൈറ്റൽ ഡിസ്കോർഡ് ആൻഡ് ഡിവോഴ്സ് സ്ട്രക്ചർ, നാല് മാലഡാപ്റ്റീവ് പിയർ റിലേഷൻഷിപ്പ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇവിടെ പറയുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഏർലി ഡിപ്രിവേഷൻ ഓർ ട്രോമ, ചെറുപ്പത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ട്രോമ, അത് ഫിസിക്കൽ അബ്യൂസ് ആവാം, സെക്ഷൽ അബ്യൂസ് ആവാം, ഇമോഷണൽ അബ്യൂസ് ആവാം, നിങ്ങളെ ട്രോമ എന്ത് ട്രോമയും ആവാം, അത് നിങ്ങളെ പിൽക്കാലത്ത് ബാധിച്ചിരിക്കും. എന്റെ അടുത്ത് ചില കേസസ് ഒക്കെ വരും, ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്തിട്ട് ഇപ്പം പ്രശ്നമായിട്ട്. അപ്പൊ പാരന്റ്സ് ചോദിക്കും, ചെറുപ്പത്തിലല്ലേ ഇപ്പോഴും അതിന്റെ പ്രശ്നം ഉണ്ടാവും. നിങ്ങളെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ടുണ്ടാവും, അത് പിൽക്കാലം സാരമായിട്ട്, ചെറിയ രീതിയിലല്ല സാരമായിട്ട് ബാധിക്കും. സോ എനി എന്താ പറയാ സോഴ്സ് ഓഫ് ഡിഫിക്കൽട്ടീസ് നിങ്ങളുടെ കുട്ടികൾക്ക് നേരിടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കുട്ടികളെ അപ്പൊ തന്നെ കൗൺസിലിങ്ങും അതിനായിട്ടുള്ള ചികിത്സാ രീതികൾ കൊടുക്കണം. രണ്ടാമത് ഇൻഅഡിക്വേറ്റ് പാരന്റിംഗ് സ്റ്റൈൽ. പാരന്റ്സ് അബ്യൂസ് ചെയ്യുക, പാരന്റ്സ് നെഗ്ലക്ട് ചെയ്യുക, പാരന്റ്സ് റിജക്ട് ചെയ്യുക. പിന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ മാനസിക രോഗിയാക്കണോ? ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ട്, കമ്പയർ ചെയ്താൽ മതി. നന്നായിട്ട് അങ്ങോട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അവർ താനേ മാനസിക രോഗിയാക്കും. പാരന്റ്സിന് പറ്റുന്ന ഏറ്റവും വളരെ പിന്നെ ഹാർഷ് ആയിട്ടുള്ള അടിക്കുക, കുത്തുക, ചവിട്ടുക ഒക്കെ കുട്ടികളെ മാനസിക. എന്നിട്ട് ഒരു എളുപ്പമില്ലാണ്ട് ഇവിടെ വന്ന് അറിയും ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ. കുട്ടീനോട് ചോദിക്കുമ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഒരിക്കലും കുട്ടീനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പിന്നെ മാഡം അവർക്ക് എന്നെയും അനിയത്തിനെയും കണ്ടുകൂടാ, വർഷങ്ങളായിട്ടുള്ള ദേഷ്യമാണ്. അപ്പൊ ചോദിച്ച സമയത്ത് പറഞ്ഞു, എനിക്ക് 6 വയസ്സുള്ളപ്പോഴാണ് 6-7 വയസ്സുള്ളപ്പോഴാണ് എനിക്കൊരു അനിയത്തി കുട്ടി ഉണ്ടാവുന്നത്. വളരെ ആഗ്രഹത്തോടാണ് കാണാൻ ചെന്നത്. പക്ഷെ എന്റെ അമ്മയുടെ അടുത്ത് ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ടപ്പോ ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ തന്നെ ഞാൻ കിടന്ന സ്ഥലമാണല്ലോ, അവിടെ കുഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന അമ്മായി പറഞ്ഞു, ഇനി നിന്നെ വേണ്ടാട്ടോ, ഇനി കുഞ്ഞുവാവേനെ മതിയെന്ന്. ഇത് കേട്ട് എന്റെ അമ്മ ചിരിച്ചു. അന്നേരം ചേർത്ത് പിടിക്കേണ്ട അമ്മ, അതായത് എനിക്ക് എന്റെ 2 മക്കൾ ഒരുപോലെയാണ്. ഒരാളെ വന്ന് വെച്ചിട്ട് രണ്ടാമത്തെ കുട്ടീനോട് എനിക്ക് ഒരിക്കലും, രണ്ടാമത്തെ ഒരാൾ വന്ന് ആദ്യത്തെ കുട്ടിയോട് എനിക്കൊരു സ്നേഹവും പോകുന്നത് അപ്പ കുട്ടീനെ അവിടെ വെച്ച് ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിന് പകരം അമ്മ ചിരിച്ചു. ആ കുഞ്ഞു മനസ്സ് അത് ആലോചിച്ച് നേറിയിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് അമ്മയുടെ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു സാധനം, ഫസ്റ്റ് ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമതൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് കുട്ടിയെ നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യണം, ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തെങ്കിലും പാത്തോളജിക്കലായിട്ട് ഡെവലപ്പ് ആകും. പിന്നെ മെറൈറ്റൽ ഡിസ്കോർഡ് ആൻഡ് ഡിവോഴ്സ് സ്ട്രക്ചർ. പിന്നെ മാരേജ് ലൈഫിലുള്ള പ്രശ്നങ്ങൾ മിക്കവാറും ചിലപ്പോൾ കൈവേദനയൊക്കെ, മാറാത്ത കൈവേദനയൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അമ്മായിമ്മയുടെ ഉത്സവ പരിപാടികളോ അങ്ങനത്തെ ഒത്തിരി കേസ് എനിക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ ഡിവോഴ്സ് ഒക്കെ കാരണം ഡിപ്രഷനിലേക്കൊക്കെ പോയി ഒത്തിരി പേരുണ്ട്. പിന്നെ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള പിയർ റിലേഷൻ അഭിപ്രായക്കാരായിട്ട് നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിലും അത് മാനസിക രോഗത്തിലേക്ക് എത്തിക്കാം. ബുള്ളി ചെയ്യുക, അതുപോലെ തന്നെ അബ്യൂസ് ചെയ്യുക, കളിയാക്കുക, ഈ തരത്തിലുള്ള അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ്, ഇതൊക്കെ എന്ത് ചെയ്യാം, മാനസിക രോഗത്തിലേക്ക്. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനിയാണ് സോഷ്യോ കൾച്ചറൽ കോസൽ ഫാക്ടേഴ്സ്. സാംസ്കാരികമായിട്ടുള്ള സമൂഹവും കൾച്ചറും. ഇപ്പം എന്റെ അടുത്ത് കുറച്ചു മുന്നേ ഒരു കുട്ടീനെ കൊണ്ടുവന്നു, എന്നെ സിഹിർ ചെയ്തിക്കണം മാം, എന്നെ സിഹിർ. ഇപ്പൊ എനിക്കത് സ്ഥിരമാട്ടോ, സിഹിറിന്റെ കാര്യം സ്ഥിരമായിട്ടുണ്ട്. ചിലപ്പോ ചിരിയും വരും കേട്ടോ, കാരണം ഒരു കൊച്ചു ഇവിടുന്ന് മാറിപ്പോകുന്ന സമയത്ത് ആകെ 2000 ഉറുപ്പ്യ ഇത് മാറി മാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഹോമം നടത്താൻ വേണ്ടി 23,000 ഉറുപ്പ്യാണ് എന്നോട് വാങ്ങിയത്. മക്കളെ ഈ പറയുന്ന സാധനം ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ ആ കൊച്ചിനോട് നമ്മൾ CBT ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിനക്ക് ഒരു 5000 രൂപ തരാം, നീ എനിക്ക് കൂടോത്രം ചെയ്യും, നമുക്ക് നോക്കാലാ ഫലിക്കുമെന്ന്. ഞാൻ പറയുന്നത്രേ ഉള്ളൂ. ഈ കൂടോത്രം മറ്റേ മണ്ണാട്ടൊന്നുമില്ല. അങ്ങനെയാണ് എന്ത് സുഖം മക്കളെ. നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നി, നേരെ പോയിട്ട് കൂടോത്രം ചെയ്താൽ പോരെ? ആളങ്ങ് നശിച്ചു പോയില്ലേ? ഇവിടെ പോലീസ് വേണോ, വട്ടാളം വേണോ, ക്രൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരെ? ആരും അറിയില്ല നമ്മളാണ് ഇവരെന്തെങ്കിലും ചെയ്തത്. സുഖമുള്ള ഏർപ്പാടല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
ഫലിക്കാതെ വിശ്വസിക്കുന്ന ആൾക്കാർ ഫലിക്കും. ഞാൻ പറയുന്നുണ്ട്, ഒരു വെറ്റിലയില് ഒരു കോഴിമുട്ടയിൽ ഷൂഷു നേരി 4 തെച്ചിപ്പൂ ഇട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നവൻ അന്നത്തോടെ തകരും. അവന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു പവർ മൈൻഡിലുണ്ട്. ഇനി വിശ്വസിക്കാത്തവൻ ആ മുട്ടയെടുത്ത് ഓംലേറ്റ് എടുത്ത് അത് തിന്നിട്ട് ആ വഴിക്ക് എണീറ്റ് പോകും. ഇപ്പം സമൂഹത്തിനും നമ്മുടെ കൾച്ചറിനും നമ്മളെ മാനസിക വേണ്ടിയിട്ട് ഇവിടെ ഒരിക്കലും റിലീജിയസ് അല്ല, റിലീജിയസ് പ്രാക്ടിസസ് ആണ് നമ്മൾ എപ്പോഴും മാനസിക രോഗത്തിലേക്ക് വളർന്നത്. ഒരിക്കലും നിങ്ങൾ പിള്ളേരെ ഈ കഥകൾ പറയല്ലേ, ഈ മാടനുണ്ട്, മറുതയുണ്ട്, കോപ്പുണ്ട്, എന്തിനാണ് അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പോലും നിങ്ങളൊന്നും പറഞ്ഞേക്കല്ലേ. The socio-cultural environment. Subgroup within a general socio-cultural environment such as family, sex, age, class, occupation, ethnic and religious groups foster beliefs and norm of their own, largely by means of social roles that their members learn to adopt. കണ്ടോ, നമ്മുടെ സമൂഹം കുറേ അല്ലേ, പെൺകുട്ടികള് അടുക്കള പണി പഠിച്ചിരിക്കണം, ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾക്ക് അടുക്കോ ഒതുക്കവും വേണം, ആൺകുട്ടികളാണെങ്കിൽ ഒച്ച ഉയർത്താം അല്ലെ, ഏജ് പരമായിട്ട് ആണിങ്ങനെ ചെയ്യണം, പെണ്ണിങ്ങനെ ചെയ്യണം, സെക്സ് പരമായിട്ട്, ക്ലാസ് പരം ഓരോ ക്ലാസ്സസ് ഉണ്ടാവില്ല, ഒക്യുപ്പേഷൻ ആയിട്ട്, എത്തനിക് ആയിട്ട്, പിന്നെ റിലീജിയസ് ഗ്രൂപ്പ്സ് അവരുടേതായിട്ടുള്ള കുറെ നോംസും കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളത് അല്ലെ. ഈ റൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ്. When social roles are conflicting, unclear or uncomfortable, or when an individual is unable to achieve a satisfactory role in group, healthy personality development may be impaired. ഒരു സോഷ്യൽ റോൾ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. നീയാണ് കുടുംബം മറ്റുള്ളത് ആണിനോട് പറയുന്ന സമയത്ത് അവന് പെട്ടെന്ന് ഒരു ജോലി കിട്ടുന്ന ഡിപ്രഷൻ വരും അല്ലേ. നമുക്ക് അടിച്ചേൽക്കപ്പെട്ട കുറെ റോൾസ് ഉണ്ട്, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുമ്പോ തന്നെ നമുക്ക് എന്നോടൊക്കെ പറയാറുണ്ട്, നീ നല്ല ഉമ്മയല്ല, നീ നിന്റെ മക്കളെ ഇട്ടുവെച്ചിട്ടല്ലേ പണിക്ക് പോകും, നിന്റെ മക്കളെ വയസ്സാം കാലത്ത് നിന്നെ നോക്കൂല, നിനക്ക് നിന്നോട് അവർക്ക് സ്നേഹം ഉണ്ടാവില്ല. ഞാൻ എന്റെ സ്റ്റാഫും ആൻഡ്രോഷനും ഇങ്ങനെ പോകുന്ന സമയത്ത്, എന്റെ വീട്ടിലാണ് ആൻഡ്രോഷൻ താമസിക്കുന്നത്, എന്റെ മക്കൾ അവിടെ എടുക്കുന്നുണ്ടാവാറുണ്ട്. അവൾ എന്നോട് റെലവെന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു, മാം സെയിൻ ഭയങ്കര പ്രൗഡാണ് മാമിനെ പറ്റി പറയുന്നത്, ഭയങ്കര പ്രൗഡാണ്. ശരിക്കും അവരെ കണ്ണ് നിറഞ്ഞുപോയി. അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കും. ഇപ്പൊ ഞാൻ രാവിലെ വന്നതാണ്, അവനെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വന്നതാണ്, അവനിപ്പോ സ്കൂളിൽ വിട്ട് വന്ന് ട്യൂഷന് പോയിട്ടുണ്ടാവും, ഇപ്പൊ ട്യൂഷന് പോയിട്ട് വന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. ഈ നിമിഷം വരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. പക്ഷേ ഐ എം എ ഗുഡ് മദർ ടു ഹിം. I myself feel as a good mother. എന്റെ വയസ്സാം കാലത്ത് എന്നെ നോക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ മക്കളെ ഉണ്ടാക്കിയിട്ടുള്ളത്, അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ടേക്ക് പോട്ടെ എന്നുള്ളതാണ്. എന്റെ വയസ്സാകാലത്ത് ഞാൻ അങ്ങനെ തട്ടിമുട്ടി ജീവിച്ചോളൂ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സേവിങ്സ് വേണ്ടിയിട്ട് ഞാൻ വല്ല എന്താ പറയാ അങ്ങനത്തെ വൃദ്ധസദനത്തിൽ എവിടെയും പോയി കിടക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ മക്കൾ അതിനെ ചോദ്യം എന്നെ നോക്കണം എന്നൊരു നിർബന്ധമില്ല. അവരെ നോക്കിയാൽ സന്തോഷം, നോക്കിയില്ല കുഴപ്പമില്ല, അവരവരുടെ ജീവിതമല്ലേ, അതിന് വേണ്ടിയിട്ടല്ല. ഇപ്പം എന്റെ ജനറേറ്റീവ് അവർ രണ്ടുപേരെ ഉണ്ടാക്കിയതാണ്. അവർക്ക് അവിടെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ അവരുടെ ടിഫിൻ ഒരുമ്പോഴൊക്കെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, അല്ലെ അവരൊരു മാർക്ക് മേടിച്ച് വരുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ വെറീഡ് ആവുന്നുണ്ട്. ഇതാണ് ലൈഫ്. ഞാൻ ഇത്രയും വർക്ക് ചെയ്യുന്നതും അവരുടെ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോ അത് കണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഞാൻ നല്ല അമ്മയാവും. നമ്മളെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നേരിടുന്നതാണ് വർക്ക് ലൈഫ് ബാലൻസ്. അതായത് നമ്മൾ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നത് നല്ല അമ്മയാണ് കുട്ടികളോട് എപ്പോഴും ഇരിക്കണം, എന്നിട്ട് നമ്മുടെ കരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ കളയും, നമ്മുടെ മക്കൾക്ക് വേണ്ടി. മക്കൾ നമ്മളോട് വന്നിരിക്കും, ഞങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളോട് ജോലിക്ക് പോകണ്ടാന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, എന്തുത്തരം പറയുന്നു. അപ്പൊ സമൂഹം നമുക്ക് കുറേ റോൾസ് തന്നിട്ടുണ്ട്, ചിലത് അൺക്ലിയർ ആണ്, ചിലത് അൺകംഫർട്ടബിൾ ആണ്. നമ്മളത് ക്ലിയർ ആക്കുക, നമ്മളത് കംഫർട്ടബിൾ ആക്കുക, എന്നാൽ മാത്രമേ സമൂഹം 100 നല്ലത് നമ്മൾ ചെയ്താലും ഒരു തെറ്റ് ചെയ്ത സമൂഹം ആ തെറ്റ് മാത്രമേ കാണുള്ളൂ. എന്നിട്ട് നമ്മൾ ഘോഷിക്കും. അത് ചിലപ്പോൾ സമൂഹത്തിന് തെറ്റായിരിക്കും, നമുക്ക് ശരിയായിരിക്കും. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ മക്കളെ ഇട്ട് വെച്ചിട്ട് പോയിട്ട് നിനക്ക് എന്ത് പഠിപ്പാണ്, എങ്ങനെയാണ്, ഒന്നും ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ ആണല്ലേ ശരി, അത്ര ഞാൻ അവരോട് തർക്കിക്കാനൊന്നും നിൽക്കൂല കേട്ടോ. പക്ഷെ എന്റെ കാര്യങ്ങൾ ഒന്നും പോലും ഞാൻ മുടക്കാറില്ല. എന്റെ മക്കളുടെ എല്ലാ കാര്യത്തിനും ചില അവന്റെ സ്കൂളിലെ PT പ്രസിഡന്റാണ് ഞാൻ, അവന്റെ എന്ത് സ്കൂളിൽ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോകാറുണ്ട്. അത് എന്റെ ഈ തിരക്കിനിടയിലൊക്കെ ഞാൻ മാനേജ് ചെയ്യണത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മകന് കിട്ടേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ഇല്ലാതാക്കരുത്. അപ്പൊ അവനോട് ഞാൻ പറയല്ലോ, ചില സമയത്ത് അവൻ പറയും ഇന്നത് വേണം, ഇല്ലെങ്കിൽ ഇന്നത് വരുന്നത്, അതിന് ഞാൻ സമയം കണ്ടെത്തും. അതെനിക്ക് പ്രയോറിറ്റിയാ എന്ന് വെച്ച് ഞാൻ അവിടെ ഫുൾ ടൈം അവൻ അവൈലബിൾ ആയിട്ട് ഇരുന്നെന്ന് വെച്ചിട്ട് ഒന്നും അവന് കൊടുക്കാനില്ല. പകരം അവന് കൊടുക്കുന്ന എല്ലാ പ്രിവിലേജുകളും ഞാൻ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് സമൂഹം ചാർത്തി തരുന്ന പല റോളുകളുണ്ട്, ചിലത് അൺക്ലിയർ ആവും,
കംഫർട്ടബിൾ ആവും. അത് ചിലത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലേ, നല്ല അമ്മയാണെങ്കിൽ കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനെങ്കിൽ എനിക്ക് അത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുകയും എന്റെ എൻവയറമെന്റ്, ചില ഭാര്യമാരൊക്കെ ഞാൻ ജോലിക്ക് പോകുന്നതിനെ കൊണ്ട് ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റില്ല ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഭർത്താവിനെ നോക്കുന്നത് ഞാൻ ചോദിക്കാറുള്ളത്. ഭർത്താവ് നിങ്ങളെ നോക്കുക അങ്ങനത്തെ ഒരു സംഭവം ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പാണ്. പരസ്പരമുള്ള കമ്മിറ്റ്മെന്റും അതുപോലെ തന്നെ പരസ്പരമുള്ള ഒരു സപ്പോർട്ടും ആണ് വേണ്ടത്. അല്ലാണ്ട് ഒരാളെ നോക്കുക, ഒരാളെ ഡിപ്പെൻഡബിൾ ആവാതിരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് നോക്കാം. അപ്പം ഇതൊരു പ്രധാന ഘടകമാണ് എന്ത് മാനസിക രോഗം ഡെവലപ്പ് ചെയ്യാൻ. ഇനി ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സാമ്പത്തികം കുറയുമ്പോഴും നല്ല പ്രശ്നങ്ങൾ വരാണ്ട്, പിന്നെ അൺഎംപ്ലോയ്മെന്റും. And inverse correlation exists between socio-economic status and the prevalence of abnormal behavior. Inverse proportion ആണ്. Socio-economic status കുറയുമ്പോൾ പിന്നെ മാനസിക രോഗം വരാനുള്ള സാധ്യത, പണം കുറയുമ്പോൾ മാനസിക രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. The lower the socio-economic class, the higher the incidence of abnormal behavior. Socio-economic class കുറയുന്നതിനനുസരിച്ച് നമുക്ക് മാനസിക രോഗത്തിനുള്ള സാധ്യത വളരെ. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. അപ്പോ ഇത് ഇത്രേ എടുക്കുന്നുള്ളൂ. ഇനി മൺഡേ ആണ് കേട്ടോ ക്ലാസ് ഉള്ളത്. അതിനിടയ്ക്ക് കുറച്ച് ക്വിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ മറ്റന്നാളൊക്കെ എൻഗേജ്ഡ് ആയിരിക്കും. നമ്മൾ ഈ ക്ലാസ്സസിനൊക്കെ വീഡിയോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. മൺഡേ മുതൽ നമ്മൾ ഒരു 1 വീക്ക് നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഒരു 10 days ആയിട്ടാണ്. അതിനുശേഷം നമ്മൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആഴ്ചയിൽ 3 ദിവസമൊക്കെ എന്റെ ക്ലാസ്, 2 ദിവസം ശ്രീലക്ഷ്മിയുടെ ക്ലാസ് ഉണ്ടാവും. അടിപൊളിയായിട്ട് നമുക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുള്ള സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. Thank you, ma'am.